ഇപ്പോ CPM നേതാവ് കണ്ണൂരിലെ പ്രധാന നേതാവായ MV ജയരാജൻ പറഞ്ഞിരിക്കുന്നു, തെറ്റ് തിരുത്തി തിരിച്ചു വരാൻ ഒരു അവസരം ആർക്ക്? പാർട്ടി വിട്ടുപോയിരിക്കുന്ന TK ഗോവിന്ദനും V കുഞ്ഞികൃഷ്ണനും. ഇങ്ങനെ തെറ്റ് തിരുത്തി തിരിച്ചു വരികയാണെങ്കിൽ അവർ തിരിച്ച് പാർട്ടിയിലേക്ക് എടുക്കാം എന്നുള്ളൊരു സംസാരമാണ് ഉണ്ടായിരിക്കുന്നത്. ശരിക്കും പറയുമ്പോൾ ഇതിനകത്ത് ആരാണ് തെറ്റ് തിരുത്തേണ്ടത് എന്നുള്ളൊരു ചോദ്യമാണ് എല്ലാവരും ചോദിക്കുന്നത്. തെറ്റ് തിരുത്തേണ്ടത് പാർട്ടിയാണോ, അതോ പാർട്ടി വർഗവഞ്ചകർ എന്ന് പറഞ്ഞിട്ട് വിട്ടുപോയതിനെ തുടർന്ന് പാർട്ടിയിൽ നിന്ന് പുറത്താക്കുകയൊക്കെ ചെയ്തതാണ് ഈ രണ്ടുപേരും. അപ്പൊ അവര് വേറെ മത്സരിക്കുന്നു, MLA ആവുന്നു. ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോ പുതിയൊരു പ്രസ്താവനയായിട്ട് വന്നിരിക്കുകയാണ്, തെറ്റ് തിരുത്തിയാൽ തിരിച്ചു വരാമെന്നാണ്. ശരിക്കും ആരാണ് തെറ്റ് തിരുത്തേണ്ടത് എന്നുള്ളതാണല്ലേ പ്രധാനം. അല്ല, പാർട്ടി ഇപ്പോഴും കാര്യങ്ങൾ മനസ്സിലാക്കുന്നില്ല എന്ന് തന്നെയാണ് അതിൽ പറയേണ്ടത്. പാർട്ടി തെറ്റ് തിരുത്തുകയും അല്ലെങ്കിൽ പാർട്ടിയുടെ അന്നത്തെ നിലപാട് തിരുത്താൻ പാർട്ടി തയ്യാറാണ്, അല്ലെങ്കിൽ CPM തയ്യാറാണ്. ആ പാർട്ടി തെറ്റ് തിരുത്തുമ്പോൾ നിങ്ങൾക്ക് തിരികെ ഇങ്ങോട്ടേക്ക് വരാം എന്ന് പറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് പാർട്ടി തെറ്റ് തിരുത്തി ശുദ്ധിയായി എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ വരികയാണെങ്കിൽ നിങ്ങളെ ഞങ്ങൾ സ്വീകരിക്കും എന്ന് പറയുകയായിരുന്നുവെങ്കിൽ അതൊരു മര്യാദയുള്ള സ്റ്റേറ്റ്മെന്റ് എന്നെങ്കിലും പറയാൻ പറ്റുമായിരുന്നു. അങ്ങനെ പറയുന്ന എപ്പോഴെങ്കിലും പറയുന്നു തോന്നുന്നുണ്ടോ? അങ്ങനെ അല്ലാതെ അവര് രണ്ടുപേരും പാർട്ടിയിൽ നിന്ന് എന്തുകൊണ്ടാണ് അവർക്ക് മാറി നിൽക്കേണ്ടി വന്നത്? പ്രത്യേകിച്ച് കുഞ്ഞികൃഷ്ണൻ, V കുഞ്ഞികൃഷ്ണന്റെ കാര്യം പറയുമ്പോൾ പാർട്ടിക്ക് വേണ്ടി അദ്ദേഹം കണക്ക് ചോദിക്കുമ്പോൾ അത് ബോധിപ്പിക്കാൻ കഴിയുന്നില്ല എന്ന് പറയുകയും അദ്ദേഹം പാർട്ടിയുടെ നന്മയ്ക്ക് വേണ്ടി പാർട്ടിക്ക് അകത്ത് നിന്നുകൊണ്ടാണ് സംസാരിച്ചത്. തെറ്റ് ചൂണ്ടിക്കാട്ടി പല ആവർത്തി പാർട്ടിയോട് തന്നെ തന്റെ ആവശ്യം എന്നാണ്, അല്ലെങ്കിൽ ഈ പോകുന്നത് ശരിയായ രീതിയല്ല എന്ന് ആവർത്തിച്ച് അദ്ദേഹം പറയുകയും പിന്നീടാണ് അദ്ദേഹം ഒരു പുസ്തകമൊക്കെ പ്രകാശനം ചെയ്യുന്ന അതൊക്കെ അവസാന ഘട്ടത്തിലാണ്. അപ്പോൾ പോലും അദ്ദേഹത്തെ അംഗീകരിക്കാനോ തെറ്റ് തിരുത്താനോ തയ്യാറായിരുന്നില്ല. അന്ന് പാർട്ടി എടുത്ത നിലപാടാണ് ശരി, അല്ലെങ്കിൽ പാർട്ടിയാണ് ശരി, പാർട്ടിയുടെ നിലപാടുകളാണ് ശരി, ഒരു വ്യക്തിക്ക് തിരുത്താൻ കഴിയുന്നതല്ല പാർട്ടി എന്ന് പറയുന്നു. പിന്നീട് ഇതിപ്പോ കുഞ്ഞികൃഷ്ണൻ മാത്രമല്ല, ഒരുപാട് പേർ പാർട്ടിയിൽ നിന്ന് പോയി പിന്നെ അഭിപ്രായം പറയുക. ഈ തെരഞ്ഞെടുപ്പ് നമ്മൾ കണ്ടതാണ്, ഒരുപാട് പേർ ചേരി മാറുകയൊക്കെ ചെയ്തു. അപ്പൊ അന്ന് MV ഗോവിന്ദൻ പറഞ്ഞത് വർഗവഞ്ചകരാണ് ഇവരൊക്കെ. ഐഷ പോറ്റി പാർട്ടി മാറിയപ്പോഴൊക്കെ പറഞ്ഞ വാക്കാണ് വർഗവഞ്ചകരാണ്. അന്നും എന്റെ മനസ്സിൽ തോന്നിയ ഒരു ആശങ്ക, പ്രത്യേകിച്ച് അത് ഐഷ പോറ്റിയുടെ കാര്യത്തിലാണ് അന്ന് ഞാൻ ചിന്തിച്ചത്. കോൺഗ്രസിൽ നിന്ന് സരിൻ അപ്പുറത്തേക്ക് ചെന്നപ്പോൾ സരിന് സീറ്റ് കൊടുത്ത് സരിനെ ചേർത്ത് പിടിച്ചു. ഐഷ പോറ്റി അവിടെ നിന്ന് ഇപ്പുറത്തേക്ക് വരുമ്പോൾ ഐഷ പോറ്റി വർഗവഞ്ചക അല്ലെങ്കിൽ വർഗവഞ്ചനയാണ് ചെയ്തത് എന്ന് പറയുന്നതിന്റെ അകത്ത് എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്നാണ് മനസ്സിലാകാതിരുന്ന ഒരു കാര്യം. ഇതിലൊരു പ്രധാന കാര്യം, ഈ TK ഗോവിന്ദനാണെങ്കിലും V കുഞ്ഞികൃഷ്ണനാണെങ്കിലും കണ്ണൂര് പാർട്ടി വളർത്തുന്നതിൽ വഹിച്ച പങ്ക്, അതായത് പൊതുജീവിതത്തിൽ ഒരു നേട്ടവും ഉണ്ടാക്കാൻ, അതായത് ഒരു ജനപ്രതിനിധി ആകാനോ അങ്ങനെ ഒരു താല്പര്യം ഇല്ലാതെ ഒരു സാധാരണക്കാരനായി പാർട്ടിക്കിടയിൽ പാർട്ടി സംഘടന മെച്ചപ്പെടുത്തുന്നതിന് അതിനുവേണ്ടി പ്രവർത്തിക്കുന്നതാണ്. പാർട്ടിക്ക് വേണ്ടി ജീവിച്ച ആൾക്കാരെന്ന് എടുത്തു പറയാവുന്നതാണ്. കുഞ്ഞികൃഷ്ണൻ ആദ്യഘട്ടത്തിൽ പാർട്ടിയിൽ നിന്ന് വിട്ടുവരുമ്പോൾ എല്ലാവരും ചോദിച്ചു സ്ഥാനാർത്ഥിയാകുന്നുണ്ട്. ഇപ്പോൾ സ്ഥാനാർത്ഥി ആകുന്നതിനെ പറ്റി ചിന്തിക്കുന്നില്ല, ആകുന്നില്ല എന്ന് പറഞ്ഞതാണ്. പിന്നീട് അദ്ദേഹം സ്ഥാനാർത്ഥി ആയിട്ടുണ്ടെങ്കിൽ അത് അന്നത്തെ ആ സമയത്തെ സാഹചര്യങ്ങൾ കൊണ്ടാണ്. അദ്ദേഹം ജയിച്ചത് പാർട്ടിക്കായിരുന്നു അവിടെ തെറ്റുപറ്റിയത്, കുഞ്ഞികൃഷ്ണൻ അല്ല എന്ന ഉറപ്പിന്മേലാണ്. G സുധാകരനെ ഒപ്പം നിർത്താൻ, മറ്റുള്ളവരെ വിടാം, G സുധാകരനെ ഒപ്പം നിർത്താൻ അദ്ദേഹത്തിന്റെ അഭിപ്രായം പറയുമ്പോൾ അവിടെ പോയി ഒന്ന് കണ്ട് സുധാകരനെ പിണറായി വിജയൻ പോയി കണ്ട് സംസാരിച്ചെങ്കിൽ തീരാവുന്ന പ്രശ്നത്തിന് പോകാതെ ഇരിക്കുകയും അദ്ദേഹത്തെ പോലും അല്ലെങ്കിൽ സ്വതന്ത്രനായി മത്സരിപ്പിച്ചത് പാർട്ടി തന്നെയാണ്. അതേ പാർട്ടിയാണ് ഇപ്പോൾ പറയുന്നത് കുഞ്ഞികൃഷ്ണനും മറ്റും തിരുത്തി വരികയാണെങ്കിൽ സ്വീകരിക്കാമെന്ന് കുഞ്ഞികൃഷ്ണൻ ചോദിച്ചിട്ടുണ്ട്. എന്താണ് തിരുത്തേണ്ടതെന്ന് കൂടി ജയരാജന് പറയണമെന്ന് കുഞ്ഞികൃഷ്ണൻ പറഞ്ഞു. പിന്നെ അദ്ദേഹം ഒരു കാര്യം കൂടി എടുത്തു പറഞ്ഞു, അതാണ് അതിൽ ഏറ്റവും പ്രധാനം, ഞാൻ പറഞ്ഞതായിരുന്നു ശരി, അല്ലെങ്കിൽ തിരുത്തേണ്ടത് ഞാനല്ല പാർട്ടിയാണ് എന്നത് ആണ് ജനങ്ങൾ തെളിയിച്ചത്. സത്യമാണ്, തിരുത്തേണ്ടത് കുഞ്ഞികൃഷ്ണനോ സുധാകരനോ ആയിരുന്നില്ല, അല്ലെങ്കിൽ കുഞ്ഞികൃഷ്ണനോ സുധാകരനോ TK ഗോവിന്ദനോ ഒന്നും ആയിരുന്നില്ല തിരുത്തേണ്ടത്, പാർട്ടിയാണ്. അതെന്തുകൊണ്ട് ഇവർ അംഗീകരിക്കുന്നില്ല? പാർട്ടിക്ക് തെറ്റുപറ്റി, കണ്ണൂരിൽ പല സ്ഥാനാർത്ഥികളെയും നിർത്തിയതിൽ പാർട്ടിക്ക് തെറ്റുപറ്റിയെന്ന് ജയരാജൻ പറയുമ്പോൾ പോലും അവിടെയും പാർട്ടി പല ആളുകളെയും സുഖിപ്പിച്ചുകൊണ്ടാണ് ജയരാജൻ പറഞ്ഞിരിക്കുന്നത്. അവിടെ MV ഗോവിന്ദന്റെ ഭാര്യ സ്ഥാനാർത്ഥി അതിനെ വലിയ രീതിയിലൊന്നും കടന്ന് വിമർശിച്ചിട്ടൊന്നുമില്ല. സാധിക്കില്ലല്ലോ, അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ. അപ്പൊ പാർട്ടിയിൽ നിലനിൽപ്പിന് വേണ്ടി പല ആളുകളുടെയും പ്രീതി പിടിച്ചു പറ്റി മുന്നോട്ട് പോകാനാണ് ജയരാജൻ. പക്ഷെ ജയരാജന്റെ നിലപാട് എന്താണ്? അല്ലെങ്കിൽ ജയരാജൻ തന്നെ അദ്ദേഹം പറഞ്ഞത് തന്നെ പൊതുസമൂഹത്തിന് മുന്നിൽ അദ്ദേഹം തന്നെ പരിഹാസ്യനാകുന്ന ഒരു രീതിയാണ്. കാര്യം തിരുത്തുക, പാർട്ടി തിരുത്താമെന്നല്ല, അവർ എന്ത് തെറ്റ് ചെയ്തു, അവർ ശരിയായ നിലപാടെടുത്തത് കൊണ്ടാണ് അവർ ഇപ്പോൾ അല്ലെങ്കിൽ ജയിച്ച് MLA ആയത്.
അവർ തിരികെ വരികയാണെങ്കിൽ പാർട്ടി സ്വീകരിക്കണം. ഇനിയിപ്പോ പാർട്ടി സ്വീകരിക്കേണ്ട ആവശ്യമില്ല. മറുവശത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എം വി ഗോവിന്ദൻ പറഞ്ഞിട്ടുണ്ട്, വിമതരായി മത്സരിച്ചവരൊക്കെ വർഗവഞ്ചകർ തന്നെയാണ്. ഇന്നും അദ്ദേഹം ആവർത്തിച്ചിട്ടുണ്ട്. അപ്പോ CPM-ലേക്ക് ഒരു ആശങ്ക നിൽക്കുന്നുണ്ട്. അവരവരുടെ തെറ്റുതിരുത്തി വന്നാൽ സ്വീകരിക്കുമോ ഇല്ലേ? ജയരാജൻ പറയുന്നു സ്വീകരിക്കുമെന്ന്, എം വി ഗോവിന്ദൻ പറയുന്നു അവർ വർഗവഞ്ചകരാണ്, സ്വീകരിക്കില്ല എന്ന്. അപ്പൊ പാർട്ടിക്ക് തന്നെ രണ്ട് നിലപാടാണോ എന്നൊരു ചോദ്യം കൂടി പൊതുസമൂഹം ചോദിക്കുന്നുണ്ട്. ഇതില് പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ ഇവര് രണ്ടുപേരെ തിരിച്ചു വരണം, തെറ്റ് തിരുത്തിയാൽ തിരിച്ചു വരണം എന്ന് പറയുന്നതിന് അതിന്റെ പിന്നിൽ എന്തൊക്കെയോ ഉദ്ദേശ ലക്ഷ്യങ്ങൾ കൂടി ഉണ്ടെന്നാണ് ഒരു ചർച്ച വരുന്നത്. കാരണം ഇനി വരാൻ പോണത് പിന്നെ രാജ്യസഭയിലേക്ക് കയറി വരാനുള്ള കുറച്ച് പിന്തുണ കൂടി വേണം, MLA-മാരുടെ പിന്തുണ വേണമല്ലോ. അപ്പൊ ഇവർ തിരിച്ചു വരുവാണെങ്കിൽ ആ ഒരു ഇത് കിട്ടുമെന്നുള്ളൊരു ചർച്ചയൊക്കെ വരുന്നുണ്ട് അതിനകത്ത്. ഇതും കൂടി ലക്ഷ്യം വെച്ചുകൊണ്ടായിരിക്കും. ഇനിയിപ്പോ എത്ര സ്വതന്ത്രന്മാരെ കൊണ്ട് ഇപ്പുറത്ത് നിർത്തിയാലും 102 സീറ്റ് അപ്പുറത്തുള്ളത് കൊണ്ട് തന്നെ വലിയൊരു മാറ്റത്തിലേക്ക്. കാര്യം ആദ്യം എല്ലാവരും പറഞ്ഞു, അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിന്റെ ഫലം വരുന്നതിന് മുൻപൊക്കെ പറഞ്ഞു, PD സതീശൻ പറയുന്നതിൽ പോലെ 100 സീറ്റിന് ഇപ്പുറത്തേക്കൊന്നും പോകില്ല, ചിലപ്പോൾ കേരളത്തിൽ ഒരു തൂക്ക് മന്ത്രിസഭ വരെ ഉണ്ടാകാം എന്ന് പറഞ്ഞു. അങ്ങനെയൊക്കെ ആണെങ്കിൽ രണ്ടുപേരെ ഇപ്പുറത്തേക്ക് വലിച്ചിട്ടാലോ അല്ലെങ്കിൽ രണ്ടുപേരെ സ്വാധീനിച്ച് ഇപ്പുറത്തേക്ക് കൊണ്ടുപോയാലോ ഒക്കെ വലിച്ചിട്ടാലോ അല്ലെങ്കിൽ ഇപ്പുറത്തേക്ക് കൊണ്ടുപോയാലോ മന്ത്രിസഭയെ താഴെയിടാൻ പറ്റുന്ന ഒരു സാഹചര്യമുണ്ട്. 102-ൽ നിന്ന് മന്ത്രിസഭയെ താഴെയിടാനൊന്നും കഴിയില്ല. പക്ഷെ എനിക്ക് തോന്നുന്നു നഷ്ടപ്പെട്ട കണ്ണൂര് പോലെയുള്ള സ്ഥലത്ത്, പ്രത്യേകിച്ച് CPM-ന്റെ അല്ലെങ്കിൽ ഇടതിന്റെ കോട്ടകളൊക്കെ ചോർന്നു. ഇപ്പൊ കോട്ടക്കൊത്തളങ്ങളൊന്നും ഇല്ല എന്നാണല്ലോ. അപ്പൊ ആ കണ്ണൂർ പോലെയുള്ള സ്ഥലത്ത് തിരികെ വരിക അല്ലെങ്കിൽ നിലനിൽപ്പിന് വേണ്ടിയുള്ള പോരാട്ടമാണ് ഇനി കണ്ണൂരിലൊക്കെ നടക്കാൻ പോകുന്നത്. അപ്പോൾ കുഞ്ഞികൃഷ്ണനെയും TK ഗോവിന്ദനെയും പോലെയുള്ളവരെയൊക്കെ ഒപ്പം നിർത്തിയാൽ മാത്രമേ മുന്നോട്ട് പോകാനാകൂ. MV ഗോവിന്ദന്റെയും പിണറായി വിജയന്റെയും നിലപാടൊക്കെ പിന്തുടർന്നു കഴിഞ്ഞാൽ ഒരു ഗതിയും പരഗതിയും പാർട്ടിക്ക് ഉണ്ടാകില്ല എന്ന തിരിച്ചറിവ് കൊണ്ടായിരിക്കണം. എന്നാൽ പോലും ഞാൻ പറയുന്നത്, കണ്ണൂരിൽ പല സ്ഥാനാർത്ഥികളെയും പല സ്ഥലത്തും സ്ഥാനാർത്ഥികളെ തെരഞ്ഞെടുത്തതിൽ പരാജയപ്പെട്ടു. അതാണ് പരാജയത്തിന്റെ കാര്യമെന്ന് പറയുമ്പോൾ പോലും എന്തിനാണ് എല്ലാവരെയും വിമർശിക്കേണ്ട സ്ഥലത്ത് ചില ആളുകളെ മാത്രം സുഖിപ്പിച്ച് മുന്നോട്ട് പോകുന്നത്? അങ്ങനെ മുന്നോട്ട് പോവുകയാണെങ്കിൽ CPM എന്ത് തിരുത്തൽ ശക്തിയാണ്? അന്ന് അവരെ ഒപ്പം നിർത്തുകയോ അവർ പറഞ്ഞതൊന്നും കേൾക്കാൻ തയ്യാറാകാതിരുന്നവർ ഇന്ന് ഒരു തിരുത്തൽ ശക്തിയാകാൻ, അല്ലെങ്കിൽ അവർ തെറ്റ് വരട്ടെ എന്ന് പറയുന്നതിൽ ഒരു ലോജിക്കുമില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് അവർ പറഞ്ഞ കാര്യങ്ങൾ പോലെയാണ് സംഭവിച്ചത്. അന്ന് പാർട്ടിയിൽ നടക്കുന്ന പ്രശ്നങ്ങളൊക്കെ ചൂണ്ടിക്കാട്ടിയ രണ്ടുപേരാണ്. അവർക്ക് അവിടെ തിരുത്താൻ തയ്യാറാവില്ല എന്ന് കേട്ട് അവസാനം വട്ടം വരെ അവർ പൊരുതി നോക്കി. എന്നിട്ടും അത് കേൾക്കാതെ വന്നപ്പോഴാണ് അവർ പാർട്ടി വിട്ടുപോകുന്നത്, അല്ലെ പുറത്താക്കുന്നത്. സാധാരണ ഒരു തെരഞ്ഞെടുപ്പ് സമയത്തൊക്കെ പാർട്ടിക്കെതിരായിട്ട് അല്ലെങ്കിൽ പാർട്ടിയിലെ നിലവിലെ ഒരു MLA-ക്കെതിരായിട്ട് ആരോപണങ്ങൾ പുറത്തേക്ക് സ്വന്തം പാർട്ടിയിൽ നിന്ന് കൊണ്ടുവരുന്നത് രണ്ട് ഉദ്ദേശം വെച്ചിട്ടായിരിക്കും. ഒന്ന്, തനിക്ക് അവിടെ മത്സരിക്കണം, ഈ ആളെ മാറ്റി എനിക്ക് അവിടെ മത്സരിക്കണമെങ്കിൽ ഞാൻ ശക്തമായ ആരോപണങ്ങളുമായി വരും അല്ലെങ്കിൽ തെളിവുകളുമായി വരാം. മറുവശത്ത് പാർട്ടി നന്നാകണം, പാർട്ടി പോകുന്നത് ശരിയായ ദിശയിലേക്കല്ല. എന്തായാലും കുഞ്ഞികൃഷ്ണൻ TK ഗോവിന്ദനും ഒന്നും തന്നെ മത്സരിക്കാനുള്ള ഒരു മോഹമോ MLA ആകാനുള്ള ആഗ്രഹമോ ഒന്നും ഉണ്ടായിരുന്നില്ല. അവർക്കൊക്കെ പാർട്ടി നന്നാവണമെന്നും പാർട്ടി രക്ഷപ്പെടണമെന്നും ജനങ്ങളിൽ നിന്ന് പാർട്ടി അകന്നു പോകുന്നു. യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരെല്ലാം ആഗ്രഹിച്ചതേ അവർ പറഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് അവർ വിജയിച്ചത്. അതുകൊണ്ട് അന്ന് അവരെ അംഗീകരിക്കാൻ പറ്റാത്തവർ ഇന്ന് തിരുത്തലിന് വേണ്ടി, അല്ലെങ്കിൽ തിരുത്തി വരണം എന്ന് പറയുന്നില്ല. ആരാണ് തിരുത്തേണ്ടത്? പാർട്ടി തിരുത്താമെന്ന് ഇപ്പോഴും പറയുന്നില്ല. ജയരാജന്റെ അഭിപ്രായം ഒന്ന്, ഗോവിന്ദന്റെ അഭിപ്രായം ഒന്ന്. ഇനി ഇതിൽ പിണറായി വിജയൻ എന്ത് അഭിപ്രായം പറയും, MA ബേബി വാതുറക്കുമോ എന്നൊന്നും അറിയില്ല. അപ്പൊ അത്തരം കാര്യങ്ങളിൽ CPM-ൽ പോലും CPM-ന് തന്നെ അറിയില്ല നേതാക്കൾ എന്താണ് പറയുന്നത്, എന്താണ് ചെയ്യുന്നതെന്ന്. ഇനി വ്യക്തമാക്കണം. ജയരാജൻ വ്യക്തമാക്കേണ്ട ഒരു കാര്യമുണ്ട്. കുഞ്ഞികൃഷ്ണൻ ചോദിച്ചതുപോലെ എന്ത് തിരുത്തലാണ് ഞങ്ങൾ വരുത്തേണ്ടത്, അതിന് വ്യക്തമായി മറുപടി പറയുക തന്നെ വേണം. അതിന് പ്രത്യേകിച്ച് മറുപടി ഒന്നും ഉണ്ടാവാൻ സാധ്യതയില്ല. എങ്കിലും ഇവരെ പുതിയ ഈ ഒരു തീരുമാനത്തിലേക്ക് വന്നതും എന്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന് മനസ്സിലാവുന്നില്ല. ഇവര് എന്തായാലും സ്വയം തിരുത്താൻ തയ്യാറല്ല എന്നുള്ള ഒരു തീരുമാനത്തിൽ തന്നെയാണെന്ന് തോന്നുന്നു. ഏതെങ്കിലുമൊക്കെ തരത്തിൽ രാഷ്ട്രീയമായ ഒരു നിലനിൽപ്പിന് വേണ്ടി ഇവരെ കൂടി ഒപ്പം കൂട്ടിയാൽ കണ്ണൂര് പോലെയുള്ള ജില്ലകളിലൊക്കെ ഇനിയും മുന്നോട്ട് പോകണമല്ലോ. ഈ ഒരു തെരഞ്ഞെടുപ്പോടുകൂടി CPM തീരുന്നില്ലല്ലോ. ഇപ്പൊ കണ്ണൂര് പോലെയുള്ള സ്ഥലങ്ങളിൽ നിന്നൊക്കെ ഏറ്റവും വലിയ വിമർശനം കുഞ്ഞികൃഷ്ണനൊക്കെ തലവേദനയായി അല്ലെങ്കിൽ പാർട്ടിക്ക് അവമതിപ്പുണ്ടാക്കാൻ കാരണമേ, അതൊക്കെ പരിഹരിക്കാനുള്ള ജയരാജന്റെ ബുദ്ധിയായിരിക്കണം. എന്തായാലും MV ഗോവിന്ദൻ അത് തള്ളിയിട്ടുണ്ട്. താൻ പറഞ്ഞ കാര്യത്തിൽ തന്നെ പല വിഷയങ്ങളിലും നിലപാടുകളൊക്കെ ഒറ്റയടിക്ക് മാറ്റാറുണ്ടെങ്കിലും ഈ വിഷയത്തിൽ അവർക്ക് വർഗവഞ്ചകർ തന്നെയാണ്. വിമതരായി മത്സരിച്ച എല്ലാവരും വർഗവഞ്ചകർ എന്ന നിലപാടിൽ തന്നെയാണ് MV ഗോവിന്ദൻ ഉറച്ചു നിൽക്കുന്നത്.